ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീണ്ടും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. പ്രൊഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, എന്നാലും ഞാൻ പറയാം. എംകഫീന്റെ സ്വീറ്റ് എസ്കേപ്പ് പെർഫ്യൂം ബോഡി ലോഷന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്റെ ബോഡി ലോഷൻ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ലൊരു ബോഡി ലോഷൻ നോക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി നോക്കിയതാണ്. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റിംഗ് കണ്ടു. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്നതും കണ്ടേ. എംകഫീൻ എന്ന ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡൊക്കെ തന്നെയാണ്. അവരുടെ ഇതിന് മുന്നേ ഞാൻ വേറെയും പ്രൊഡക്റ്റുകൾ യൂസ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റ് ഉണ്ട്, വർക്കാകാത്ത പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. അവരുടെ അണ്ടർ ഐ ക്രീമൊക്കെ ഞാൻ 3-4 ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അണ്ടർ ഐ ക്രീം. പിന്നെ അവരുടെ ബോഡി സ്ക്രബ് ഒക്കെ നല്ലതാണ്. അവരുടെ സ്കിൻ കെയർ ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഞാൻ ഈ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഈ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതിന്റെ ബോട്ടിലാണ് കേട്ടോ. എനിക്ക് അത് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ഓണിയൻ പിങ്ക് കളറൊക്കെ ആയിട്ട്, അങ്ങനെയല്ലേ കളറിന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ്. പിന്നെ തരക്കേടില്ലാത്ത പ്രൈസും ആയിരുന്നു. 300 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. 499 രൂപ മറ്റാ ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. ഞാൻ വാങ്ങിയത് 373 രൂപയ്ക്കാണേ. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. പിന്നെ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ബോഡി ലോഷൻ ആണെന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ ഞാനും അതങ്ങനെ പിക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ഇത് 1 month യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഇവിടെ പറയുന്നത്. പെയ്ഡ് അല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് 1 month യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇവർക്ക് ഇതിന്റെ 2 വേരിയന്റ് ഉണ്ട്. ഒരു അക്കൗ ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റും ഇത് വന്ന സ്വീറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അക്കൗ ഫ്രഷ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അപ്പം എനിക്ക് കൂടുതലും ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്മെല്ലൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നോക്കിയപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്നത് നിയാസിനമൈഡും കൊക്കോ ബട്ടറും ആൻഡ് കഫീനൊക്കെയാണ്. ഇത് ലക്ഷറി ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ്. അക്കോ ഫ്രഷിലും എനിക്കിങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി ഫ്ലോറൽ സ്മെൽസ് ഒക്കെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളർ ബോട്ടിലാണ് അത് വരുന്നത്. ഇതില് നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സ്കിന്നൊക്കെ ഹൈഡ്രേഷൻ നിലനിർത്താനൊക്കെ നല്ലതാണ്. പിന്നെ നിയാസിനമൈഡ് എന്ന് പറയുന്ന സാധനം ഇപ്പം ഒട്ടുമിക്ക എല്ലാ സ്കിൻ കെയർ ഐറ്റംസിലും നമ്മൾ കാണുന്നതാണ്. മോയ്സ്ചറൈസർ ആട്ടെ, സൺസ്ക്രീൻ ആട്ടെ, ബോഡി ലോഷൻ ആട്ടെ, എല്ലാത്തിലും ഇതുണ്ട്. പ്രൊഡക്റ്റ് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇതുപോലൊരു ക്ലിപ്പിട്ടാണ് കേട്ടോ വരുന്നത്. അതങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് സാധാ ബോഡി ലോഷനൊക്കെ പോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി വന്ന് ഒരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആണ്. ഈ ബോഡി ലോഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സ്മെല്ലാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് നല്ല രസമുള്ള ഒരു സ്മെല്ലാണ്. നമ്മളൊരു പെർഫ്യൂം ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ, എന്നാൽ കുത്തുന്ന സ്മെല്ലും ഒന്നുമല്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഹെവൻലി സ്മെല്ലാന്ന്. സത്യം പറയാലോ, അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ ചുമ്മാ ഇങ്ങനെ വെറുതെ പറയുന്നാവും അങ്ങനെയാ ഞാൻ കരുത്. പക്ഷെ കൈ കിട്ടി അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ഹെവൻലി സ്മെല്ല് തന്നെയാണ്. ലക്ഷറി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിന് ഉള്ളത്. നമ്മളൊരു പെർഫ്യൂം ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പോലെ പെർഫ്യൂം ആകുമ്പോൾ ചിലതൊക്കെ നല്ല ഹാർഡായിട്ടായിരിക്കും. പക്ഷെ ഇത് വന്ന ഒരു അത്തറൊക്കെ നമ്മൾ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള അത്രയൊക്കെ അപ്ലൈ ചെയ്യത്തില്ലേ, അതുപോലെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ല കാം ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അത്രമാത്രം ഞാൻ ഈ സ്മെല്ല് അഡിക്റ്റഡ് ആണ് കേട്ടോ. അത്രമാത്രം നല്ലൊരു സ്മെല്ലാണ്. ഈ ഫ്രൂട്ടി ഫ്ലോറൽ അങ്ങനെയുള്ള സ്മെൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ സ്മെല്ല് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ സ്മെല്ലെന്ന് പറയുന്നത് കുറെ നേരം ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. നമ്മൾ സാധാരണ ഒരു ബോഡി ലോഷൻ വാങ്ങുകയാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്മെല്ലുണ്ടാവും. പക്ഷെ ഹൈഡ്രേഷൻ അങ്ങനെ ഉണ്ടാവും. പക്ഷെ സ്മെല്ല് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോവും, അങ്ങനല്ലേ. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഹൈഡ്രേഷനും നല്ല രീതിയിലുണ്ട്, അതുപോലെ തന്നെ സ്മെല്ലും നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളൊരു രാവിലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം വരെ ആ സ്മെല്ല് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രാവിലെ കേൾക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ മൈൽഡ് ആയിട്ട് സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 50%
ആഴ്ചയോളം നമ്മളെ ബോഡിയിൽ സ്മെല്ലുണ്ട് കേട്ടോ. ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടിക്കാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം രാവിലെ അപ്ലൈ ചെയ്തിട്ട് ഒരു വൈകുന്നേരം ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നല്ല മൈൽഡ് ആയിട്ടൊരു സ്മെല്ല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേഷനും ഉണ്ട് കേട്ടോ. ബോഡിക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ഉണ്ട്. അതുപോലെ ഉള്ള നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ ഇത്. ഇതിനു മുന്നേ ഞാൻ അപ്ലൈ ചെയ്ത ബോഡി ലോഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പ്ലമ്മിന്റെ കാരമൽ ആ ബോഡി ലോഷൻ ആണ്. ഞാനിത് റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് സ്മെല്ല് ഇഷ്ടമായി. അതും ഇതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അതിനും മേലെയാണ് കേട്ടോ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ നമുക്ക് കിട്ടും. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു എനിക്ക് ഇഷ്ടമായിരുന്നു. കാരമലിന് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അതിലും എനിക്ക് അതിന്റെ സ്മെല്ലിലും ഒന്നുകൂടെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇതിന്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലും നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേഷൻ നമുക്ക് നിലനിർത്തി തരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തന്നെ വളരെ കുറച്ചെടുത്താൽ മതിയാവുമേ. ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ്. എന്നാൽ തീർത്ത് ലൈറ്റ് വെയിറ്റും അല്ല. രണ്ടിന്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് തിന്നും അല്ല. ഇത് നമ്മൾ ബോഡിയിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ കുറച്ച് സമയം വേണം. ഇതുണ്ടോ ഇങ്ങനെ അങ്ങ് നിൽക്കും. എന്നിട്ട് ഇത് വളരെ കുറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ബോഡിയിലേക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ ബോഡി നല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതെനിക്ക് ഒന്ന് കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാവും തോന്നുന്നു കേട്ടോ. നല്ലൊരു സ്മെല്ലും ആണ്. സ്മെല്ല് എന്നെ മതിപ്പിക്കുന്ന പോലത്തെ സ്മെല്ലെന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. അത്രമാത്രം എനിക്ക് എങ്ങനെയാ ഇതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. വെറുതെ പറയുന്നതല്ല, വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ചുമ്മാ പറയുന്നതല്ല. അത്രമാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വളരെ നല്ലൊരു കാമായിട്ടുള്ള മൈൽഡായിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് ഇതങ്ങ് മസാജ് കുറച്ച് നേരത്തേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ബോഡിയിലേക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് ആകുള്ളൂ. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതങ്ങ് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ബോഡി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ബോഡിയൊക്കെ നല്ല രീതിയിലൊന്ന് ഹൈഡ്രേഷനായിട്ട് കിട്ടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഇപ്പോൾ 1 month യൂസ് ചെയ്തിട്ടും നല്ല ക്വാണ്ടിറ്റി ഇതിലുണ്ട്. 300 ml ഉണ്ട്. പിന്നെ നമ്മൾ വളരെ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ചെടുത്താൽ മതിയാവും. ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും കേട്ടോ. ഒരു അത്രയൊക്കെ അടിച്ചൊരു പ്രതീതി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. നല്ലൊരു മണം അത് നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും കാര്യങ്ങളില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇത് തീർന്നു കഴിയുമ്പം അവരുടെ അക്കോ ഫ്രഷ് എന്ന് പറഞ്ഞ ആ വേരിയന്റ് കൂടെ വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ ഓർത്തിരിക്കുക കേട്ടോ. എനിക്ക് അത്രമാത്രം ഇത് ഇഷ്ടമായി. ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് വെർത്തായിട്ടാണ് കേട്ടോ തോന്നുന്നത്. 300 ml ഉണ്ട്. 373 രൂപയ്ക്കാണ് എനിക്കത് കിട്ടിയത്. അപ്പം അത് കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ചെടുത്താൽ മതിയാവും. കുറെ നാൾ യൂസ് ചെയ്യാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് കാണും. ഈ പ്രൊഡക്റ്റില് ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. നല്ല സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ബോഡി ലോഷൻ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. മറ്റുള്ളവരുടെ റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കൂ, എന്നിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ബോഡി ലോഷനാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ഇവിടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. എൻ്റെ ജെനുവൻ റിവ്യൂ ഇതാണ് കേട്ടോ. ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ സ്മെല്ല് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, അത്ര കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തർക്കും സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഓരോ തരത്തിലല്ലേ. ചിലർക്ക് ചില സ്മെല്ല് ഇഷ്ടമാണ്, ചിലർക്ക് ചില സ്മെല്ല് ഇഷ്ടമില്ല. അപ്പൊ ആർക്കൊക്കെ ഏതൊക്കെ സ്മെല്ലാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഈ സ്മെല്ല് ഇഷ്ടമായി. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുകയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ നിൽക്കുന്നുമുണ്ട്. അപ്പൊ ഇതുപോലെ ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവര് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ നിർബന്ധിക്കുന്നില്ല. മറ്റുള്ളവരുടെ റിവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും എൻ്റെ ജെനുവൻ റിവ്യൂ ഇതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇനി ഞാൻ ഇവരുടെ മറ്റു വേരിയന്റും കൂടി ഇത് തീർന്നിട്ട് വാങ്ങണമെന്ന് ഓർത്തിരിക്കുക. അത്ര കണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ബോഡി ലോഷൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റുകൾ പറയണം കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.